കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ, സേഫായിരിക്കണോ എന്ന് വിശ്വസിക്കണോ? എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുക. എല്ലായിടവും കനത്ത മഴയും ഉരുൾപൊട്ടലും ഒക്കെയാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെയാണ് കേട്ടോ ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർത്ത കാണുമ്പം തന്നെ ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാണ്. പിന്നെ ഞാൻ രാവിലെ എന്താണെന്ന് കുറച്ച് പുളിശ്ശേരി വെക്കാമെന്ന് ചോദിച്ചു. കുറേ ദിവസമായി പുളിശ്ശേരി വെച്ചിട്ട്. പുളിശ്ശേരി കഥയൊന്നും ഞാൻ കാണിക്കില്ല. പുളിശ്ശേരി വെക്കാൻ വേണ്ടി ഇതേ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റേ ആൾ ഓടി വരെയാണ്, എന്തോ ട്രിറ കൊടുക്കാനാണ് പറയണേ. ഞാനിത് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്ന് ഇടയ്ക്ക് ഓഫൊക്കെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ അടുക്കളയിലോട്ട് നിങ്ങളെല്ലാവരും ഓടിവ. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അങ്ങനെ ഞാനിതേ പുളിശ്ശേരിക്കൊക്കെ അരച്ച് കേട്ടോ. അരച്ചിട്ട് ഞാനിതാ പുളിശ്ശേരിക്ക് അരച്ച് ഒഴിക്കുകയാണ്. പിന്നെ അതേ കുറച്ച് ഗോതമ്പ് മാവ് വറുത്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പ് പുട്ടിന് വേണ്ടി. നമ്മൾ ഗോതമ്പ് മാവ് വറുത്തിട്ട് നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ നല്ല പുറപുറാന്നിരിക്കും കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇത് മിക്സിയിലൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചാൽ മതി. വറുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാനിതേ രാവിലെ തന്നെ പിന്നെ കടലക്കറി വെച്ചു. പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ. പിന്നെ ഞാൻ പുളിശ്ശേരിയൊക്കെ വെച്ചു. കടുക് വറക്കാൻ വേണ്ടി എടുത്ത് അടുപ്പിൽ വെച്ചതാണ് കേട്ടോ, കടുക് താളിക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് തൈര്, എൻ്റെ സ്വന്തം തൈരാണ്. ഞാൻ വീട്ടിൽ പാല് കാച്ചി ഒഴിക്കുന്ന തൈരാണ്. നല്ല കട്ടി കുറുകുറാന്നുള്ള തൈരാണ്. നമ്മൾ വീട്ടിൽ പാല് കാച്ചി ഒഴിച്ചാൽ നല്ല കുറുകുറുത്ത പാല് കിട്ടും. പാല് കുറച്ച് പാല് കാച്ചി കുറുക്കണമെന്ന് മാത്രം. കുറച്ച് വെള്ളം നമ്മൾ വാങ്ങിക്കുന്ന പാൽക്കാരിൽ എന്തെങ്കിലും വെള്ളം കാണില്ല, എന്നാലും നമ്മളത് കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ നല്ല കട്ട തൈര് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ നല്ല കട്ട തൈരായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിച്ചത് പുളിശ്ശേരി റെഡിയായി. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് വെജിറ്റേറിയനാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങളിന്ന് തോരനും പുളിശ്ശേരി, ഇഞ്ചി, നാരങ്ങ, മാങ്ങ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ. ഉച്ച ഊണൊക്കെ അങ്ങനെയായിരുന്നു. രാവിലെ പുട്ടും കടലക്കറിയും, ഉച്ചയ്ക്ക് ഇങ്ങനെ വൈകുന്നേരം ചപ്പാത്തിയും കിഴങ്ങ് കറിയും, ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്ന് മൊത്തത്തിൽ ഞങ്ങൾ വെജിറ്റേറിയനാണ്. ഇന്ന് മീനും ഒന്നുമേ വാങ്ങിച്ചിട്ടില്ല. നാളെ വൈകുന്നേരം മാത്രമേ ഞങ്ങൾ മീൻ കൂട്ടുകയുള്ളൂ. ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നാളെയൊന്നും മീൻ കൂട്ടൂല. അങ്ങനെ എൻ്റെ തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുമോദിനെ കാണാനില്ല. പണ്ടേ ഞാൻ ചോദിക്കുകയാണ്, സുമോദ് എവിടെ? നമ്മൾ മായമ്മ വന്നേന്ന് ചോദിക്കുന്നത് പോലെ സുമോദിനെ കാണാനില്ലേ എന്ന് ഞാൻ പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സുമോദ് എവിടെയോ മുങ്ങണുണ്ട്. ടാപ്പിങ്ങൊന്നും ഇപ്പം കാണൂല, മഴ കാരണം. അതേപോലെ എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്നു. അച്ചമ്മ ചേച്ചി എന്തുകൊണ്ട് വീഡിയോ ഇടാൻ കഴിയണില്ലാത്തത് കൊണ്ടാണോ വീണ്ടും വരാഞ്ഞത്? അങ്ങനെ ഇന്നത്തെ അടുക്കള പരിപാടിയൊക്കെ കഴിയാറായി കേട്ടോ. പിന്നെ അതേ എൻ്റെ കൊച്ചുമ്മൻ പിണങ്ങി കിടക്കുകയാണ്. അവനെ എടുത്തു വെച്ചുകൊണ്ട് നിന്നില്ല എന്ന് പറഞ്ഞത് പിണങ്ങി വന്ന് തലകുത്തനെ കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി നോക്കും നമ്മളാരെങ്കിലും ചെല്ലണമെന്ന്, വീണ്ടും തലകുത്തനെ കിടക്കും. പിന്നെ ഞാനിതേ ഗോതമ്പ് പുട്ട വയ്ക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ ശേഷം വീടൊക്കെ തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സേഫായിരിക്കുക. എല്ലായിടത്തും മഴയും ഉരുൾപൊട്ടലും ഒക്കെയാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കണം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ലതികയുടെ ഒരു താങ്ക്സ്, അത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. എന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, താങ്ക് യു. അങ്ങനെ ഞാനിത് ഈ പരിപാടികളെല്ലാം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ചെയ്യുന്നുണ്ട്. വളരെയധികം താങ്ക്സ്. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് മോർണിംഗ്, ഐ ലവ് യു, താങ്ക് യു.